ബോബി ചെമ്മണ്ണൂരിൻ്റെ ജാമ്യാപേക്ഷ ഹൈക്കോടതി ഇന്ന് പരിഗണിക്കും എന്നുള്ളതാണ്. വിശദാംശങ്ങളുമായി ഇപ്പോൾ ഉമേഷാണ് കൊച്ചിയിൽ നിന്ന് ചേരുന്നത്. ഉമേഷ്, കഴിഞ്ഞ ദിവസം നമുക്കറിയാം ഈ കേസുമായി ബന്ധപ്പെട്ടൊക്കെ ശക്തമായ വാദം മുമ്പ് റിമാൻഡ് ചെയ്യുന്ന ഘട്ടത്തിൽ സംഭവിച്ചിരുന്നു. അതിനെതിരെയാണ് ഹൈക്കോടതിയിലേക്ക് പോയിട്ടുള്ളത് ജാമ്യം തേടി. അതിന് ശേഷം ഇന്നിപ്പോൾ ആ കേസ് വീണ്ടും പരിഗണിക്കുന്നു അല്ലേ? ബോബി ചെമ്മണ്ണൂരിൻ്റെ ജാമ്യ ഹർജി. അതെ ശരത്ത്, ജസ്റ്റിസ് പി വി കുഞ്ഞികൃഷ്ണൻ്റെ ബെഞ്ച് ഇന്ന് 108ാമത്തെ ഇനമായി ബോബി ചെമ്മണ്ണൂരിൻ്റെ ജാമ്യാപേക്ഷ പരിഗണിക്കുകയാണ്. ഏതാണ്ട് ഒരു 11 മണിയോടെ കോടതിയുടെ പരിഗണനയിൽ അത് വരും എന്നാണ് പ്രതീക്ഷിക്കുന്നത്. അന്ന് ബോബി ചെമ്മണ്ണൂരിൻ്റെ ജാമ്യാപേക്ഷ ഈ വെള്ളിയാഴ്ചയാണ് ഈ ജാമ്യാപേക്ഷ സമർപ്പിക്കുന്നത്. അന്ന് തന്നെ അടിയന്തരമായി ആ ഹർജി പരിഗണിച്ച് ഒരു ഇടക്കാല ജാമ്യം നേടാൻ ബോബി ചെമ്മണ്ണൂർ ശ്രമിച്ചിരുന്നു. പക്ഷേ കോടതി അതിന് സമ്മതിച്ചില്ല. ഇത് അടിയന്തര പ്രാധാന്യമുള്ളൊരു വിഷയമായി കാണുന്നില്ല. എല്ലാ പ്രതികൾക്കും ലഭിക്കുന്ന പരിഗണന മാത്രമേ ഇതിലും തരാൻ കഴിയുകയുള്ളൂ. അതുകൊണ്ട് ചൊവ്വാഴ്ചത്തേക്ക് ഇന്നത്തേക്ക് മാറ്റുകയാണ്. ഇന്ന് പോലീസിനോട് ഇതുമായി ബന്ധപ്പെട്ട നിലപാട് തേടിയിട്ടുണ്ട്. പോലീസ് ഇക്കാര്യത്തിൽ അവരുടെ വിശദീകരണം അറിയിക്കാൻ വേണ്ടി കോടതി നിർദ്ദേശിച്ചിട്ടുണ്ട്. സ്വാഭാവികമായും ഈ ബോബി ചെമ്മണ്ണൂരിൻ്റെ ജാമ്യാപേക്ഷയെ ശക്തമായി എതിർത്തുകൊണ്ട് പോലീസ് ഒരു റിപ്പോർട്ട് നൽകും എന്ന് തന്നെയാണ് കരുതുന്നത്. ആ റിപ്പോർട്ട് കൂടി പോലീസിൻ്റെ ഒരു മറുപടി കൂടി വരുന്ന മുറയ്ക്ക് ഇതുമായി ബന്ധപ്പെട്ടൊരു വാദപ്രതിവാദത്തിലേക്ക് പോകാനുള്ള സാധ്യതയാണുള്ളത്. താൻ തെറ്റുകാരനല്ല, കുറ്റം. ഉമേഷാണ് ഈ വിശദാംശങ്ങൾ ഇപ്പോൾ കൊച്ചിയിൽ നിന്ന് നൽകിയത്.